Very good afternoon, my dear students. Welcome to Candidates Mathematics Online Lecture 1. സോ എല്ലാവരും സുഖാന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കോവിഡൊക്കെ ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, മക്കളെ നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. സ്റ്റേ സേഫ്, ബി ഇൻ യുവർ ഹോം. ഓക്കെ, ആവശ്യമില്ലാതെയൊന്നും പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കുക. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു +1 ഒക്കെ? +1 എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടു, വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല, ഈസി പേപ്പർ തന്നെ ആയിരുന്നു. നിങ്ങൾ നന്നായി ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി അതൊക്കെ വിട്ടേക്കൂ. നൗ വി ആർ ഗോയിങ് ടു പ്ലസ് ടു മാത്തമാറ്റിക്സ്. ഇനി നമ്മൾ +2 മാത്തമാറ്റിക്സിലേക്ക് പോവുകയാണ്. നിങ്ങൾ +1 പഠിച്ച കാര്യങ്ങൾ അവിടെ ഇരുന്നോട്ടെ. ഇനി എക്സാമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇനി നമുക്ക് +2 നന്നായി പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് +2 മാത്സിലെ ചാപ്റ്റേഴ്സ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. Our first chapter is Relations and Function. This is our first chapter, Relation and Function. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. +1 സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് റിലേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളുടെ ഇവിടുത്തെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. Then comes our second chapter, Inverse Trigonometric Function. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ട്രിഗണോമെട്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്ന് എനിക്കറിയാം. നിങ്ങൾ +1 തേർഡ് ചാപ്റ്റർ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ കുറേ ഫോർമുലാസ് പഠിച്ചില്ലേ? sin of x + y, sin of x - y, cos of x + y, cos of x - y, അങ്ങനെ കുറേ റിസൾട്ടുകൾ പഠിച്ചില്ലേ? ആ റിസൾട്ടുകളൊക്കെ നമുക്ക് ഇവിടെയും ആവശ്യമുണ്ട്. പക്ഷേ അത്ര തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ റിസൾട്ടുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓർത്ത് വെക്കണം. Then comes our third chapter, Matrices. This is the മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് മോസ്റ്റ് ഈസിയസ്റ്റ് ചാപ്റ്റർ. ഇമ്പോർട്ടൻറ്റും ആണ്, അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള +2 ഒരു ചാപ്റ്ററാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ആർക്കും എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. ദെൻ കംസ് ഡിറ്റർമിനൻസ്. ഫോർത്ത് ചാപ്റ്റർ ഡിറ്റർമിനൻസ് ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മെട്രിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ബുദ്ധിമുട്ടില്ല, ഈസി ചാപ്റ്ററാണ് കേട്ടോ. Then comes our fifth chapter, that is Continuity and Differentiability. Continuity and Differentiability നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, കാരണം നിങ്ങൾ +1 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. ആ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അവിടെ നിങ്ങൾ കുറേ റിസൾട്ടുകൾ പഠിച്ചില്ലേ? d/dx ഓഫ് sin x എന്താ, d/dx ഓഫ് cos x എന്താ, അങ്ങനെ കുറേ റിസൾട്ടുകൾ നിങ്ങൾ അവിടെ പഠിച്ചില്ലേ? ആ റിസൾട്ടുകളൊക്കെ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. ബിക്കോസ് ദിസ് ഇസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. +1 നിങ്ങൾ പഠിച്ച ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഞാൻ അന്നേ പറഞ്ഞിരുന്നു ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് നമുക്ക് +2 ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാരമില്ല, ഇനിയിപ്പോൾ നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആ റിസൾട്ടുകളൊക്കെ ഒന്നും കൂടെ നിങ്ങൾ പൊടി തട്ടിയെടുക്കുക, കാരണം നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിഫറൻഷിയേഷൻ, ഡെറിവേറ്റീവ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നിട്ട് അത് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് വരുന്നത് നെക്സ്റ്റ് ചാപ്റ്ററിൽ. സോ അവർ സിക്സ്ത് ചാപ്റ്റർ ഇസ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഞാനിവിടെ അപ്ലിക്കേഷൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇറ്റ് ഈസ് ക്ലിയർ ബിക്കോസ് ഇറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സിൻ്റെ അപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ സിക്സ്ത് ചാപ്റ്ററിന് അപ്ലിക്കേഷൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ വരുന്നതാണ് 7th ചാപ്റ്റർ. എല്ലാവരും പറയും +1 ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് പഠിക്കുക എന്നൊക്കെ. പക്ഷേ 7th ചാപ്റ്റർ ഇൻ്റഗ്രേഷൻ ആണ്. ഇറ്റ് ഈസ് ദ ഈസിയസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ആ ഒരു ട്രാക്ക്, ഇൻ്റഗ്രേഷൻ്റെ ട്രാക്കിലേക്ക് നിങ്ങളെ ഞാൻ കയറ്റും. ആ ട്രാക്കിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ സുഖമായിട്ട് സോൾവ് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. നമ്മളെ മാത്സിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ കിട്ടുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ? അങ്ങനെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടും, ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന്. ആ ചാപ്റ്റർ കഴിഞ്ഞാൽ നമ്മൾ അത് അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മളുടെ 8th ചാപ്റ്റർ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷനിൽ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മളുടെ 9th ചാപ്റ്റർ ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, DE. That means differential equation. It is another interesting chapter. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇൻ്റഗ്രേഷനും അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷനും ഡിഫറൻഷ്യൽ ഇക്വേഷനും റിലേറ്റഡാണ്. 3 എണ്ണത്തിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ആവശ്യമുണ്ട്. പിന്നെ വരുന്ന ചാപ്റ്ററാണ് വെക്ടർ അൾജിബ്ര. വെക്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ ദാറ്റ് ഇസ് ഫെമിലിയർ ടു യു. ഫിസിക്സിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആണ് ആ ഒരു ചാപ്റ്റർ, വെക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ്, സ്കേലാർ പ്രൊഡക്റ്റ്, പ്രൊജക്ഷൻ, ട്രിപ്പിൾ പ്രൊഡക്റ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കും. ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ പിന്നെ വരുന്ന ഒരു ചാപ്റ്റർ 11th ചാപ്റ്റർ 3D, 3 ഡയമെൻഷണൽ.
ജോമെട്രി നിങ്ങൾ +1 പഠിച്ചു അല്ലേ? അവിടെ വളരെ ഈസി ആയിട്ടൊരു ചാപ്റ്റർ ഒന്നുമില്ല. ഒരു 8 ഒക്ടൻറ്റുകളുണ്ട്, പിന്നെ ഡിസ്റ്റൻസ് ഫോർമുല, കൊലീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ, അങ്ങനത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു. പക്ഷേ +2 3D കുറച്ച് പ്രശ്നക്കാരനാണ്. 2 ടോപ്പിക്കുകളെ ഇവിടെ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് ലൈൻസും ഒന്ന് പ്ലെയിൻസും എന്ന് പറയുന്നത്. അങ്ങനെ 2 ടോപ്പിക്കുകളേ ഉള്ളൂ. പക്ഷേ +2 3D ചില്ലറക്കാരനല്ല. ലൈൻസ് എളുപ്പമാണ്, പക്ഷേ പ്ലെയിൻസിൽ നിങ്ങൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ വരുന്ന 12th ചാപ്റ്റർ ആണ് LPP, ദാറ്റ് മീൻസ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ലീനിയർ ഇൻഇക്വാലിറ്റി നിങ്ങൾ +1 പഠിച്ചില്ലേ? അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ദെൻ കംസ് അവർ ലാസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി 1 നിങ്ങൾ +1 പഠിച്ചതാണല്ലോ. ഇനി നമ്മൾ പ്രോബബിലിറ്റി 2 +2 പഠിക്കും. സോ ദിസ് ഈസ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ചാപ്റ്റേഴ്സ് ഓഫ് +2 ചാപ്റ്റേഴ്സിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ്. ആൻഡ് ടുഡേ വി ആർ മൂവിങ് വിത്ത് ദ 3rd ചാപ്റ്റർ, മെട്രീസസ്. നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്ന 3rd ചാപ്റ്റർ വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ മെട്രിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. A matrix is a rectangular array of numbers arranged in rows and columns enclosed by a square bracket. അതായത് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വെച്ച്, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്പേഴ്സിനെയോ ഫംഗ്ഷൻസിനെയോ റോസ് ആയിട്ടോ കോളംസ് ആയിട്ടോ റോസ് ആയിട്ടോ കോളംസ് ആയിട്ടോ എന്നല്ല, റോസ് ആയിട്ടും കോളംസ് ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്പേഴ്സിനെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും അറേഞ്ച് ചെയ്യുക. അതായത് റോസ് ആയിട്ടും കോളംസ് ആയിട്ടും അറേഞ്ച് ചെയ്യുക. ആ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ റോസ് ആൻഡ് കോളംസ് വിച്ച് ഈസ് എൻക്ലോസ്ഡ് ബൈ എ സ്ക്വയർ മെട്രിക്സ്, അതിനെയാണ് വിച്ച് ഇസ് എൻക്ലോസ്ഡ് ബൈ എ സ്ക്വയർ ബ്രാക്കറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ നമ്പേഴ്സിനെ റോസ് ആയിട്ടും കോളംസ് ആയിട്ടും അറേഞ്ച് ചെയ്യും. നമ്പേഴ്സ് മാത്രമല്ല, ഫംഗ്ഷൻസിനെയും റോസ് ആയിട്ടും കോളംസ് ആയിട്ടും എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്യും. അതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ മെട്രിക്സിനകത്തുള്ള ഈ നമ്പറുകളൊക്കെ ഉണ്ടല്ലോ, 1 2 3 4 എന്ന് പറയുന്ന ഈ നമ്പറുകൾ ഉണ്ടല്ലോ, ആ നമ്പറുകളെ നമ്മൾ വിളിക്കുന്നത് എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഈ മെട്രിക്സിനകത്തുള്ള നമ്പറുകളെ നമ്മൾ എന്ത് വിളിക്കും? എലമെൻറ്റ്സ് എന്ന് വിളിക്കും, വിച്ച് ഇസ് കാൾഡ് ആസ് ദ എലമെൻറ്റ്സ് ഓഫ് ദ മെട്രിക്സ്. ഈ എലമെൻറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എൻട്രീസ് എന്നും പറയാറുണ്ട്. ഓക്കെ, മെട്രിക്സിനകത്തുള്ള നമ്പേഴ്സിനെ നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തും പറയാറുണ്ട്? എൻട്രീസ് എന്നും പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മെട്രിക്സിനെ നമ്മൾ ക്യാപിറ്റൽ ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A=, അതിനെ മെട്രിക്സിനെ നെയിം ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആൽഫബറ്റ്സ് വെച്ചിട്ടാണ്. A=1 2 3 4. ഓക്കെ, ഇതിനെ എങ്ങനെയാണ് ഒരു മെട്രിക്സിനെ നെയിം ചെയ്യുന്നത്? ഇനി നമ്മൾ മെട്രിക്സിൻ്റെ ഓർഡറിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഓർഡറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഈ മെട്രിക്സിന് എത്ര റോസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. റോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സിനെ ഹൊറിസോണ്ടലായിട്ട് അറേഞ്ച് ചെയ്യുക, അതിനെയല്ലേ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെട്രിക്സിന് എത്ര റോസ് ആണുള്ളത്? ഇത് മെട്രിക്സിൻ്റെ ഒരു റോ ആണ് അല്ലേ? ഇത് ഹൊറിസോണ്ടലായിട്ടല്ലേ ഇവിടെ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മെട്രിക്സിൻ്റെ ഒരു റോ ആണ്. സോ എ മെട്രിക്സ്, ദിസ് ഇസ് ദ ഫസ്റ്റ് റോ. ആൻഡ് ഇത് നോക്കൂ, 3 4 എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ അടുത്തൊരു റോ അല്ലേ? അപ്പോൾ ഇത് എന്താണ്? മെട്രിക്സിൻ്റെ ഒരു റോ ആണ്. അപ്പോൾ ഈ മെട്രിക്സിന് നമുക്ക് എന്ത് പറയാം? 2 റോസ് ഉണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ ഈ മെട്രിക്സിന് എത്ര കോളംസ് ഉണ്ട് നോക്കൂ. കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സിനെ വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഈ മെട്രിക്സിന് എത്ര കോളംസ് ഉണ്ട്? ദിസ് ഈസ് ദ ഫസ്റ്റ് കോളം ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് കോളം. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് മെട്രിക്സ് ഹാസ് 2 കോളംസ്, 2 കോളംസ് ഉണ്ട്. അപ്പോൾ ഈ മെട്രിക്സിന് 2 റോസും 2 കോളംസും ആണുള്ളത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ മെട്രിക്സ് എ ഈസ് ഓഫ് ഓർഡർ 2/2. മെട്രിക്സ് എ ഈസ് ഓഫ് ഓർഡർ 2/2.
എന്താ കാരണം? മെട്രിക്സിന് 2 റോസും 2 കോളംസും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/2 ആണ് എന്ന് പറയാം. ഈ സിമ്പൽ നിങ്ങൾ ഇൻറ്റു എന്നാണ് നമുക്ക് അറിയാവുന്നത്, നമ്മൾ ഇൻറ്റു എന്നാണ് പറയാറ്. പക്ഷേ മെട്രിക്സിലെ ഈ ഒരു സിമ്പലിനെ നമ്മൾ ബൈ എന്നാണ് പറയുക കേട്ടോ. സോ ഹിയർ ദിസ് മെട്രിക്സ് ഹാസ് 2 rows and 2 columns. So we can say that the matrix A is of order 2/2. ഫസ്റ്റ് 2 റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് റോസിനെയും സെക്കൻഡ് 2 റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് കോളംസിനെയുമാണ്. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു എക്സാമ്പിൾ പറയാം. ഇതാ ഒരു മെട്രിക്സ് ബി, മെട്രിക്സ് ബി ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4 5 6. ഈ ഒരു മെട്രിക്സ് നോക്കൂ. ഈ മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട്? ഈ മെട്രിക്സിൽ ദിസ് ഇസ് ദ ഫസ്റ്റ് റോ, ഒരു റോ ഉണ്ട്. ദിസ് ഇസ് ദ സെക്കൻഡ് റോ. അങ്ങനെ ഈ മെട്രിക്സിനകത്ത് നമുക്ക് പറയാം 2 റോസ് ഉണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ ഈ മെട്രിക്സിനകത്ത് എത്ര കോളംസ് ഉണ്ട്? ദിസ് ഇസ് ദ ഫസ്റ്റ് കോളം ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് കോളം ആൻഡ് ദിസ് ഇസ് ദ തേർഡ് കോളം. അപ്പോൾ നമുക്ക് പറയാം ഈ മെട്രിക്സിനകത്ത് 3 കോളംസ് ഉണ്ടെന്ന് പറയാം. സോ വി ക്യാൻ സേ ദാറ്റ് മെട്രിക്സ് ബി ഈസ് ഓഫ് ഓർഡർ 2/3. കാരണം എന്താ? ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ ഓഫ് ബി എന്ന് പറയുന്ന മെട്രിക്സിന് 2 റോസും 3 കോളംസും ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ മെട്രിക്സ് ബി ഈസ് ഓഫ് ഓർഡർ 2/3. ബിക്ക് 2 റോസും 3 കോളംസും ഉള്ളത് കാരണം ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 2/3 ആണെന്ന് പറയാം. ഇപ്പോൾ മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഓർഡർ കാണാൻ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഓർഡർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും കണ്ടുപിടിച്ചിട്ട് ഇതാ ഈ ഒരു ഫോർമുലാക്കി ഡിനോട്ട് ചെയ്യുക. ഇനി തിരിച്ച് നിങ്ങൾക്ക് ഓർഡർ തരും. ഓർഡർ തന്നിട്ട് ചോദിക്കും ഹൗ മെനി എലമെന്റ്സ് ആർ ദർ ഇൻ ദാറ്റ് മെട്രിക്സ് എന്ന് പറയും. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് പറയും നിങ്ങളുടെ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആണെന്ന് പറയും. എന്നിട്ട് അതിൽ എത്ര എലമെന്റ് ആ മെട്രിക്സിനകത്ത് ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് റോസ് കാണുക, നമ്പർ ഓഫ് കോളംസും അത് നിങ്ങളുടെ ഓർഡറിൽ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് റോസ് ആണ്, സെക്കൻഡ് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെട്രിക്സിനകത്തുള്ള എലമെന്റുകൾ കിട്ടും. ഇപ്പോൾ ഇതൊരു 2/2 മെട്രിക്സ് ആണല്ലോ. ഈ 2/2 മെട്രിക്സിനകത്ത് എത്ര എലമെന്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് റോസ് ആയിട്ടുള്ള 2 നമ്പർ ഓഫ് കോളംസ് ആയിട്ടുള്ള 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 എത്ര ഉണ്ടാവും? 4 എലമെന്റ്സ് അല്ലേ ഉള്ളത്? 1 2 3 4 അല്ലേ? ഇനി അതേപോലെ തന്നെ നിങ്ങളോട് പറയും 2/3 ഓർഡറുള്ള ഒരു മെട്രിക്സിനകത്ത് എത്ര എലമെന്റ് ഉണ്ട് ചോദിക്കും. 2 × 3 എന്താ? 6 അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം 2/3 ഓർഡറുള്ള മെട്രിക്സിനകത്ത് എത്ര എലമെന്റ് ഉണ്ടാവുക? 6 എലമെന്റ് ഉണ്ടാവുക. 1 2 3 4 5 6. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു? ഒരു 2 റോസും 2 കോളംസും ഉള്ള മെട്രിക്സിൻ്റെ ഓർഡർ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ 2 റോസും 3 കോളംസും ഉള്ള മെട്രിക്സിൻ്റെ ഓർഡർ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, m റോസും n കോളംസും ഉള്ള മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? 2 റോസും 2 കോളംസും ഉള്ള മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആണ്. 2 റോസും 3 കോളംസും ഉള്ള മെട്രിക്സിൻ്റെ ഓർഡർ 2/3 ആണ്. അങ്ങനെയാണെങ്കിൽ m റോസും n കോളംസും ഉള്ള മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? m/n ആയിരിക്കും. ആവില്ലേ? 2 റോസും 2 കോളംസും ഉള്ള മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആണ്. 2 റോസും 3 കോളംസും ഉള്ള മെട്രിക്സിൻ്റെ ഓർഡർ 2/3 ആണ്. അങ്ങനെയാണെങ്കിൽ m റോസും n കോളംസും ഉള്ള മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? m/n ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ m/n മെട്രിക്സ് ഒന്ന് വരച്ച് നോക്കാം കേട്ടോ. എന്ന് എഴുതി നോക്കാം. A is equal to A11, A12, A13, etc. A1n, A21, A22, A23, etc. A2n, A31, A32, A33, etc. A3n, etc. AM1, AM2, AM3, etc. AMN. m റോസും n കോളംസും ഉള്ള ഒരു മെട്രിക്സ്. ദാറ്റ് ഇസ് ദിസ് ഇസ് എൻ m/n മെട്രിക്സ്. അതെന്താ? ഇത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, എക്സെട്ര. ദിസ് ഇസ് ദ mth റോ. ഞാൻ പറഞ്ഞത് m റോവും n കോളമുമാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ, ദിസ് ഇസ് ദ mth റോ. ഇനി n കോളംസ് അല്ലേ ഞാൻ പറഞ്ഞത്? ദിസ് ഇസ് ദ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, എക്സെട്ര. ദിസ് ഇസ് ദ nth കോളം.
ഓക്കെ, ഇതാണ് ഒരു ജനറൽ m by n മെട്രിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ജനറൽ ഫോം ഓഫ് 2/2 മെട്രിക്സ്. ഒരു 2/2 മെട്രിക്സിന്റെ ജനറൽ ഫോം എഴുതിക്കൂടെ? 2/2 മെട്രിക്സ് ഇത് m by n മെട്രിക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് m റോസും n കോളംസും ഉണ്ടല്ലോ. അപ്പോൾ 2/2 മെട്രിക്സിന് എത്ര ഉണ്ടായിരിക്കും? 2/2 മെട്രിക്സ് നോക്കി നോക്കൂ, 2 റോസും 2 കോളംസും അല്ലേ ഉണ്ടാവുക. അപ്പോൾ 2/2 മെട്രിക്സിന്റെ ജനറൽ ഫോം എന്തായിരിക്കും? A11 A12 A21 A22. അപ്പോൾ ഈ A11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെയും ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ് A11. A12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് A12. A13 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ് A13. അതേപോലെ A21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ് A21. A22 മീൻസ് സെക്കൻഡ് റോയിലെയും സെക്കൻഡ് കോളത്തിലെയും എലമെന്റ് ആണ് A22. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 2/2 മെട്രിക്സിൽ എത്ര എലമെന്റ് ഉണ്ടായിരിക്കുക? 4 എലമെന്റ്. 2 റോസും ഉണ്ടായിരിക്കും, 2 കോളംസും ഉണ്ടായിരിക്കും. സോ അതിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ A11 A12 A21 A22 ആണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ ജനറൽ ഫോം ഓഫ് 3/3 മെട്രിക്സ്? അങ്ങനെയാണെങ്കിൽ 3/3 മെട്രിക്സിന്റെ ജനറൽ ഫോം എന്തായിരിക്കും? 3/3 മെട്രിക്സിൽ 3 റോസും 3 കോളംസും അല്ലേ ഉണ്ടാവുക. അപ്പോൾ 3/3 മെട്രിക്സിന്റെ ജനറൽ ഫോം എന്തായിരിക്കും? A11 A12 A13 A21 A22 A23 A31 A32 A33. This is the general form of a 3/3 matrix. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിൽ നോക്കി നോക്കി, ഇവിടെ ഒരു A11 കണ്ടില്ലേ, അതേപോലെ തന്നെ A22 കണ്ടില്ലേ. ഇങ്ങനെ A11 A22 A33 അതിനെയാണ് നമ്മൾ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 3/3 മെട്രിക്സ് നോക്കി നോക്കൂ, A11 A22 A33 ഈ എലമെന്റുകളില്ലേ, ഇതാ A11 A22 A33 എക്സെട്ര, അതിനെയാണ് നമ്മൾ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ആർ ആൾ അബൌട്ട് എ മെട്രിക്സ്. ഇതാണ് മെട്രിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, മെട്രിക്സിനകത്തുള്ള നമ്പേഴ്സിന് അതിൻ്റെ എലമെൻറ്റ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു, മെട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ പറഞ്ഞു, എന്നിട്ട് മെട്രിക്സിൻ്റെ ഒരു ജനറൽ ഫോം നമ്മൾ പറഞ്ഞു. ഇത്രയാണ്. നമുക്ക് ഇത് വെച്ചിട്ട് ബേസിക് ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം അല്ലേ. ഇത് വെച്ചിട്ട് ഈ ഐഡിയാസ് വെച്ച് നമുക്ക് മെട്രിക്സിലെ ഫസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം പറയുന്നത്, ഇൻ എ മെട്രിക്സ് A is equal to 2 5 19 minus 7 2 5 19 minus 7 35 minus 2 5/2 12 35 minus 2 5/2 12 √3 1 minus 5 17 minus 5 70. സോ ഒരു മെട്രിക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഓർഡർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ്. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് A13 A24 A21. So this is the question. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് തന്നിട്ട്, ഇന്ന മെട്രിക്സ് A is equal to 2 5 19 minus 7 35 minus 2 5/2 12 √3 1 minus 5 17. This is our matrix. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈറ്റ് ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ്. മെട്രിക്സിന്റെ ഓർഡർ എഴുതാനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ദ മെട്രിക്സ്. മെട്രിക്സിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് എഴുതാനാണ്. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് A13 A24 A21. A13യുടെ അവിടെയുള്ള കറസ്പോണ്ടിങ് എലമെന്റ്, A24ന്റെ കറസ്പോണ്ടിങ് എലമെന്റ്, A21ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എഴുതാനാണ്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ ഓർഡർ എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റിന്റെ ആൻസർ നമുക്ക് എഴുതാം. അപ്പോൾ ഈ മെട്രിക്സിന് ഓർഡർ എങ്ങനെ എഴുതുക? ഫസ്റ്റ് നമ്പർ ഓഫ് റോസ് നോക്കാം അല്ലേ. ഈ മെട്രിക്സിന് എത്ര റോസ് ഉണ്ട്? ദിസ് ഇസ് ദ ഫസ്റ്റ് റോ, ദിസ് ഇസ് ദ സെക്കൻഡ് റോ ആൻഡ് ദിസ് ഇസ് ദ തേർഡ് റോ. എത്ര കോളംസ് ഉണ്ട് മെട്രിക്സിന്? ദിസ് ഇസ് ദ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം. സോ ദിസ് മെട്രിക്സ് ഹാസ് 3 rows and 4 columns. So we can say that this matrix is of order 3/4 because it has 3 rows and 4 columns.
അതേപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ്. ഇതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. കൗണ്ട് ചെയ്താൽ മതി. 1 2 3 4 5 6 7 8 9 10 11 12 എലമെന്റ്സ്. അപ്പം ഞാൻ പറഞ്ഞു കൗണ്ട് ചെയ്യണ്ട, ഓർഡർ തന്നു കഴിഞ്ഞാൽ എലമെന്റ് കണ്ടുപിടിച്ചൂടെ, ആ മെട്രിക്സിനകത്ത് എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിച്ചൂടെ. ഓർഡർ തന്നു കഴിഞ്ഞാൽ 3, നമ്പർ ഓഫ് റോസ് 3ഉം നമ്പർ ഓഫ് കോളംസ് 4ഉം. 3 × 4 എന്താ 12 അല്ലേ. അപ്പോൾ ഇറ്റ് ഹാസ് 12 എലമെന്റ്സ്. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് A13 ആ എലമെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. A13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലും വരുന്ന എലമെന്റ്. ഇപ്പം A13 ഈക്വൽ ടു ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിൽ, ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. അപ്പോൾ ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിൽ വരുന്ന എലമെന്റ് ആണ് 19 ആണല്ലോ. പിന്നെ വരുന്നത് A24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റോയിലെയും ഫോർത്ത് കോളത്തിലെയും. ദിസ് ഇസ് ദ സെക്കൻഡ് റോ ആൻഡ് ദിസ് ഇസ് ദ ഫോർത്ത് കോളം. അപ്പോൾ വരുന്നത് ഏതാണ്? ഇതായിരിക്കും A24 വരുന്നത്, ദാറ്റ് ഈസ് 12. പിന്നെ പറഞ്ഞുള്ളത് A21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റോയിലെയും ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്. അപ്പോൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ഏതാ വരുന്നത്? 35. A21 ഈക്വൽ ടു 35. സിമ്പിൾ അല്ലേ? ഈസി ചാപ്റ്റർ അല്ലേ? ഇതാണ് മെട്രിക്സിലെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. അടുത്ത പ്രോബ്ലം പറയുന്നത് ഇഫ് എ മെട്രിക്സ് ഹാസ് 8 എലമെന്റ്സ്. ഒരു മെട്രിക്സിനകത്ത് 8 എലമെന്റുകളുണ്ട്. ഓക്കെ, ഇഫ് എ മെട്രിക്സ് ഹാസ് 8 എലമെന്റ്സ് വാട്ട് ആർ ദ പോസിബിൾ ഓർഡർ ഇറ്റ് ക്യാൻ ഹാവ്. ഒരു മെട്രിക്സിനകത്ത് എത്ര എലമെന്റുകളാണുള്ളത്? 8 എലമെന്റുകളാണ്. സോ വാട്ട് ആർ ദ പോസിബിൾ ഓർഡർ ഇറ്റ് ക്യാൻ ഹാവ്. അങ്ങനെയാണെങ്കിൽ ഈ 8 എലമെന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മെട്രിക്സ് അങ്ങനെ എത്ര തരത്തിലുള്ള മെട്രിക്സിൽ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സുകളുടെ ഓർഡർ എന്താ ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ ഓഫ് റോസും കോളംസും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മെട്രിക്സിനകത്തുള്ള എലമെന്റുകൾ കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ 8 എലമെന്റ് ഉള്ള മെട്രിക്സുകളുടെ ഓർഡർ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 8 മൾട്ടിപ്ലൈ ചെയ്ത് 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 8 കിട്ടുന്ന അങ്ങനെ നോക്കിയാൽ മതി. ഇപ്പോൾ 8 കിട്ടണമെങ്കിൽ ഒന്ന് 1ഉം 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ ഒന്ന് 8ഉം 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും. 4ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 8 എലമെന്റ്സ് ഉള്ള മെട്രിക്സുകളുടെ ഓർഡർ എന്ന് പറയുന്നത് ഒന്ന് 1/8 ഓർഡറുള്ള ഒരു മെട്രിക്സുകളാവാം. അതായത് ഒരു റോയും 8 കോളും ഉള്ള ഒരു മെട്രിക്സ് ആവാം. അതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും? 1 × 8 8 അല്ലേ, 8 എലമെന്റ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ 8 റോയും ഒരു കോളവും ഉള്ള മെട്രിക്സ് ആയാലും മതി. 8 × 1 8 അല്ലേ. അപ്പം അങ്ങനെയാണല്ലോ അതിൽ 8 എലമെന്റ് ഉണ്ടാവില്ലേ. അല്ലാന്നുണ്ടെങ്കിൽ 2 റോസും 4 കോളംസും ഉള്ള മെട്രിക്സ്, 2 റോസും 4 കോളംസും, 2 × 4 8 8 എലമെന്റ് ഉണ്ടായിരിക്കും. പിന്നെ 4 റോയും 2 കോളവും ഇല്ലേ. അപ്പോൾ ഒരു 4 ടൈപ്പ് ഓഫ് മെട്രിക്സ്, 4 ഓർഡറിലുള്ള ഒരു മെട്രിക്സുകൾ നമുക്ക് കിട്ടും. 8 എലമെന്റ് ഉള്ള 4 ടൈപ്പ് മെട്രിക്സ് കിട്ടും. ഒരു 1/8 ഓർഡറുള്ള മെട്രിക്സ്, 8/1 ഓർഡറുള്ള മെട്രിക്സ്, 2/4 ഓർഡറുള്ള മെട്രിക്സ്, 4/2 ഓർഡറുള്ള മെട്രിക്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. കൺസിഡർ എ 2/2 മെട്രിക്സ്. ക്വസ്റ്റ്യൻ വന്നിട്ട് കൺസിഡർ a 2/2 matrix A is equal to Aij, where Aij is equal to mod 2i minus 3j. mod 2i minus 3j. ക്വസ്റ്റ്യൻ വന്നിട്ട് റൈറ്റ് എ കണ്ടുപിടിക്കും. ഇപ്പോൾ കൺസിഡർ എ 2/2 മെട്രിക്സ്. മെട്രിക്സ് 2/2 ആണ് തന്നിട്ടുണ്ട്. A ഈക്വൽ ടു Aij എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റിന്റെ ith മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. A ഈക്വൽ ടു മെട്രിക്സ് Aij എന്ന് പറഞ്ഞാൽ എലമെന്റിന്റെ ith റോ ആൻഡ് jth കോളം. ഇതാണ് മെട്രിക്സിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. തന്നിട്ടുണ്ട് Aij ഈസ് ഈക്വൽ ടു മോഡ് 2i മൈനസ് 3j എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് 2/2 മെട്രിക്സ് ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, കൺസിഡർ എ 2/2 മെട്രിക്സ്. ഒരു 2/2 മെട്രിക്സ് നമ്മളോട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വേർ Aij
നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എ എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 2x2 മെട്രിക്സിന്റെ ജനറൽ ഫോം നിങ്ങൾക്ക് അറിയാലോ. വാട്ട് ഈസ് ദ ജനറൽ ഫോം ഓഫ് എ 2x2 മെട്രിക്സ്? ജനറൽ ഫോം വന്നിട്ട് എന്ത് വരും? A11, A12, A21, A22. ദിസ് ഈസ് ദ ജനറൽ ഫോം ഓഫ് എ 2x2 മെട്രിക്സ് ആണല്ലോ. അപ്പോൾ ആ മെട്രിക്സ് ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് A11, A12, A21, A22 ഒക്കെ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. അതായത് AIJ തന്നിട്ടുണ്ട്. AIJ മീൻസ് എലമെന്റ് ഇൻ ദ ith row ആൻഡ് jth കോളം. ഓക്കെ, ഇത് റോയിനെയും കോളത്തിനെയും റെപ്രസെൻറ്റ് ചെയ്യും. ഐ റോയിനെയും ജെ കോളത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. AIJ തന്നിട്ടുണ്ട്. AIJ എന്താ തന്നിട്ടുള്ളത്? 2i മൈനസ് 3j. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഐഡൻറ്റിറ്റി അല്ല, ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ എലമെൻറ്റും കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് A11 ആണ്. A11 എന്ന് പറഞ്ഞാൽ ഐൻ്റെ പ്ലേസിൽ 1ഉം ജെൻ്റെ പ്ലേസിലും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ A11 ഇസ് ഈക്വൽ ടു 2 into 1 minus 3 into 1, which is equal to mod 2 into 1 is 2 minus 3 into 1 is 3, 2 minus 3, which is equal to mod minus 1, which is equal to 1 വരും. ഓക്കെ, പിന്നെ വരുന്നത് A12. A12 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഐൻ്റെ സ്ഥാനത്ത് 1ഉം ജെൻ്റെ സ്ഥാനത്ത് ആരാണ്? 2 ആണ്. സോ 2 into 1 minus 3 into 2, which is equal to modulus of 2 into 1 is 2 minus 3 into 2 is 6, which is equal to mod 2 minus 6 is minus 4, which is equal to 4 എന്ന് കിട്ടും. കിട്ടുമല്ലോ. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ സ്ഥലമില്ലാത്ത കാരണം. ഇനി നമുക്ക് വേണ്ടത് A11ഉം A12ഉം ആ എലമെന്റ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് A13 ആണ്, സോറി A21 ആണ്. A13 ഇല്ല, A21 ആണ് നമുക്ക് വേണ്ടത്. A21 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഐൻ്റെ സ്ഥാനത്ത് 2ഉം ജെൻ്റെ സ്ഥാനത്ത് ആരാണ്? 1ഉം ആണ്. സോ മോഡുലസ് ഓഫ് 2 into 2 minus 3 into 1. 2 into 2 is nothing but 4. Mod 4 minus 3 into 1 is 3, which is equal to mod 1 is equal to 1. Then comes A22. ഐൻ്റെ സ്ഥാനത്ത് ആരാണ്? 2, ജെൻ്റെ സ്ഥാനത്തും 2 തന്നെയാണ്. A22 is equal to mod 2 into 2 minus 3 into 2, which is equal to modulus of 2 into 2 is 4 minus 3 into 2 is 6, which is equal to mod 4 minus 6. Mod 4 minus 6 എന്ത് വരും? Modulus of minus 2 വരും, which is equal to. അപ്പോൾ നിങ്ങൾക്ക് ഇനി എ എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്യാലോ. എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഒരു എ എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 2x2 മെട്രിക്സിൻ്റെ ജനറൽ ഫോമാണ് നമ്മൾ ഈ എഴുതിയിട്ടുള്ളത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു A11ൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 1 ആണ്. A12ൻ്റെ വാല്യൂ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? 4 ആണ്. A21ൻ്റെ വാല്യൂ നിങ്ങൾക്ക് 1 കിട്ടി. A22ൻ്റെ വാല്യൂ നിങ്ങൾക്ക് 4 കിട്ടി. സോ ദിസ് ഇസ് ദ 2x2 matrix 1 4 1 2. Okay, so children, hope you understood the basic, not basic, the first part of this chapter, matrices. അപ്പോൾ ഇതിലെ പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് തരും, അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഈ ഒരു ഐഡിയ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ്. ഫസ്റ്റ് പാർട്ടിൽ ഇത്ര ഈ ഒരു കൺസെപ്റ്റുകളെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മെട്രിക്സിൻ്റെ ഓർഡർ, അതുപോലെ തന്നെ മെട്രിക്സ് ഫോം ചെയ്യാൻ പഠിച്ചു. 2x2 മെട്രിക്സിൻ്റെയും 3x3 മെട്രിക്സിൻ്റെയൊക്കെ ജനറൽ ഫോം നമ്മൾ പറഞ്ഞു. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ചാപ്റ്റർ. സോ താങ്ക് യു.